നമുക്കൊപ്പം മാനസികാരോഗ്യ വിദഗ്ധയായ ഡോക്ടർ എൽസി ഉമ്മൻ ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഇന്നലെയായിരുന്നു ലോക മാനസികാരോഗ്യ ദിനം. ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൃഷ്ണപ്രഭയുടെ ഈ വാക്കുകൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. നമുക്കിത് നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കുന്നതും കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടറുമായി തന്നെ സംസാരിക്കുന്നത്. നമുക്കറിയാം, വളരെ തമാശപൂർവ്വം ആണ് അവർ പറയുന്നതെന്നാണ് പിന്നീട് അവർ വിശദീകരിച്ചത്. പക്ഷേ ഇതൊന്നും ഒരു തമാശയല്ലല്ലോ. എന്തെങ്കിലും ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വട്ടെന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷാദത്തെയും മൂഡ് സ്വിങ്സിനെയും ഒക്കെ കുറിച്ച് ഈ കൃഷ്ണപ്രഭ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു അത് കേട്ടപ്പോൾ? വളരെയധികം മനപ്രയാസം തോന്നി. കാരണം മാനസിക ആരോഗ്യത്തെക്കുറിച്ചും അവർ അവയർനെസ് ഉണ്ടാക്കുന്നതിനും മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ഇത് എന്താണെന്നും അല്ലെങ്കിൽ ഇത് എന്താണെന്ന് ചികിത്സാ വശവും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണി കഴിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത് കേട്ടപ്പോൾ വളരെയധികം വിഷമമാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ എന്റെ പ്രതിഷേധവും ഞാൻ അറിയിക്കുന്നു. കാരണം ഇന്നലെ ലോകമെമ്പാടും ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ഒബ്സർവ് ചെയ്ത ദിവസമാണ്. അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ലോകമെമ്പാടും നടക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ സമൂഹത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയും ഇരുന്ന്, പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ടവർ, അതായത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ളവർ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, അതും പരിഹാസ്യ രൂപേണ വല്ലാതെ ചിരിച്ച്, നമുക്ക് തമാശയും നമുക്ക് ചിരിയും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാ മനുഷ്യനുമുണ്ട്. പക്ഷെ അതൊക്കെയും ആ ഒരു ബോർഡറൊക്കെയും കടന്ന് മനോരോഗികളെ വളരെയധികം പരിഹസിക്കുന്ന രീതിയിൽ, അത്രയും മോശമായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇതൊന്നും ഒരു അസുഖമല്ല, ഇത് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ വട്ടാണ്, അല്ലെങ്കിൽ അഡിക്ഷൻ കാരണമാണ് എന്നൊക്കെ യാതൊരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു. അതൊട്ടും ശരിയല്ല, ഇത് അപലപനീയം തന്നെയാണ്. പറയുന്ന ഒരു കാര്യം ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഒരു കാര്യത്തിലും എൻഗേജ് ചെയ്ത് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ ഗായികയായ അഞ്ജു ജോസഫ് പറയുമ്പോൾ അവർ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ദീപിക പദുക്കോൺ അല്ലെങ്കിൽ ഇലോൺ മസ്ക്, ഇവർക്കൊക്കെ ഒരു തൊഴിലും ഇല്ലാത്തത് കൊണ്ട് ഇവർ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണോ ഇവരൊക്കെ ഈ മാനസിക സംഘർഷം നേരിട്ടത്, അല്ലേ? ഇത് പറഞ്ഞത് അശാസ്ത്രീയമാണ്, തികച്ചും അശാസ്ത്രീയമാണ്. എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു എന്നുള്ള കാരണങ്ങൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി തന്നെ പഠിക്കുകയും വളരെയധികം പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നല്ല ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ മുറകൾ കണ്ടെത്തുകയും അത് ദൈനംദിനം എന്നെ പോലെ ഉള്ളവരെല്ലാവരും തന്നെ അത് കൊടുക്കുകയും അതിന്റെ പ്രയോജനം മനുഷ്യരിൽ കണ്ടെത്തുകയും അവർ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനെയൊക്കെ പാടെ തള്ളി കളയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. ഡിപ്രഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പാരമ്പര്യ ഘടകങ്ങളുണ്ട്, തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടാകാം, തലച്ചോറിൽ മറ്റെന്തെങ്കിലും ട്യൂമർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാകാം. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ കാര്യക്ഷമതയിൽ മാറ്റം വരുമ്പോൾ, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒക്കെയും ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഉദാഹരണത്തിന് പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും നഷ്ടപ്പെടുമ്പോൾ, ഇപ്പോൾ പ്രകൃതി ദുരന്തമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നനച്ചിരിക്കാതെ എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരാൾ ഡിപ്രസ്ഡ് ആകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഇതൊക്കെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞതിനെ വളരെയധികം നിസ്സാരവൽക്കരിച്ച് അങ്ങനെ തള്ളിക്കളയുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഇത് ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയല്ല, ഡിപ്രഷന്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെ ആണ് ആത്മഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള രോഗികൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവർക്കുണ്ട്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഭാരതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യയുടെ റേറ്റിന് 3-ാം സ്ഥാനമാണുള്ളത് ഈ ഏറ്റവും ഒടുവിലത്തെ NCRB ഡേറ്റ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നേരിടുമ്പോൾ ഇത് വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അഡിക്ഷൻ കൊണ്ടാണ് എന്ന് പറഞ്ഞു. അഡിക്ഷൻ എന്ന് പറയുന്നതും ഒരു മനോരോഗം തന്നെയല്ലേ? അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചികിത്സ കൊടുക്കുന്നതല്ലേ? അഡിക്ഷനിൽ നിന്നും നമ്മുടെ കേരളത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഒരുപാട് രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ. അപ്പൊ ഇതൊക്കെ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ശരിയല്ല. കാരണം ഇത് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു രോഗമാണ്. ആത്മഹത്യ പോലുള്ള ഒരു കോംപ്ലിക്കേഷൻ
നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ആത്മഹത്യ മാത്രമല്ല, മറ്റുള്ളവരെ ഹിംസിക്കുന്നതിനോ വയലന്റ് ആകുന്നതിനോ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുന്നതിനോ. ഞാൻ അതുകൂടെ പറഞ്ഞു തരാം. ഡിപ്രഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് പോകും. വെറുതെ ഇരിക്കുമ്പോൾ ഡിപ്രഷൻ വരിക എന്നുള്ളതല്ല ശരി. ഡിപ്രഷൻ കാരണം പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട്, ഉത്സാഹം നഷ്ടപ്പെട്ട്, ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ട്, ശ്രദ്ധിക്കാൻ പോലുമുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ ആ വെറുതെ ഇരിപ്പ് എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടപ്പോൾ നമ്മൾ അതനുസരിച്ച് മറ്റുള്ളവർക്ക് ഇൻസൈറ്റ് പകരത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്ക് അവയർനെസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ കാര്യങ്ങളെ ആ തരത്തിൽ ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുകയാണ് വേണ്ടത്. അല്ലാതെ നിരുത്തരവാദപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. പുതുതലമുറയിൽപ്പെട്ടവർ തന്നെ ഒരുപാട് പേർ ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ട് ഇതിപ്പോ ചികിത്സിക്കേണ്ട ഒരു കാര്യമാണെന്നോ ഉള്ളതൊന്നും അറിയാത്ത ആളുകളുണ്ടാവും. പക്ഷെ ഇപ്പോഴൊക്കെ കുറച്ചുകൂടി ആളുകൾ അത് മനസ്സിലാക്കി വരികയാണ്. ശാസ്ത്രീയമായ ഒരു ചികിത്സ വേണം, ഇതൊരു അസുഖമാണ്, അത് ചികിത്സിച്ചാൽ മാറുമെന്നൊക്കെ ഒരു തലമുറ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരുന്ന കാലത്താണ് അതിനെല്ലാം പിന്നോട്ടടിക്കുന്ന അശാസ്ത്രീയതകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കാൻ വരെ ഇവർക്ക് കഴിയും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തെറ്റായ കാര്യം സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും ഒക്കെ പുതിയ തലമുറയെയും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ടാണ് ഇതൊക്കെ കേട്ട് വരുന്നതെന്ന്. അത് ശരിയാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട്, പ്രത്യേകിച്ചും ഈ ഓഫ് ലൈറ്റ് ആയിട്ടാണ് ഡിപ്രഷന്റെ തോത് വളരെയധികം കൂടിയിരിക്കുന്നത്. മനോരോഗത്തിന്റെ തോത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് ഓഫ് ലൈറ്റ് ആയിട്ടാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കുട്ടികൾക്ക് പോലും വിഷാദ രോഗമുണ്ട്. അത് പറയുമ്പോൾ പലപ്പോഴും നെറ്റി ചുളുക്കും. കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയും അതിന്റെ ഒരു പച്ച പരമാർത്ഥമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇതൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അഡിക്ഷൻ കാരണം മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം കുട്ടികൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ, അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ. നേരെ മറിച്ച് വിഷാദരോഗമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ റെഫ്യൂസൽ കാണിച്ചേക്കാം, സ്കൂളിൽ പോകാൻ മടി കാണിച്ചേക്കാം, കളിക്കാൻ മടി കാണിച്ചേക്കാം, അവൻ വേണമെങ്കിൽ വെറുതെ ഇരുന്നേക്കാം. അപ്പോൾ ഈ തരത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനോരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഒപ്പമുള്ള ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതിനെ പിക്ക് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മനോരോഗ ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നതാണെങ്കിൽ ഇന്നതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബേസിക് നോളജ്, ഒരു സാമാന്യ ബോധം മനുഷ്യർക്ക് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അറിവില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ അത് തന്നെയല്ല, പലപ്പോഴും ഞാൻ കേട്ടിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊക്കെ വെറും തോന്നലാണ് എന്നുള്ളത്. അതായത് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും പറയും അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറും തോന്നലാണ്, ഇതിനൊന്നും ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സ്വയം അങ്ങ് ധൈര്യപ്പെട്ടാൽ മാത്രം മതിയെന്ന്. അങ്ങനെ നമുക്ക് സ്വയം ധൈര്യപ്പെടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ആക്ടിവിറ്റി കൂട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ഒന്നും ചികിത്സയുടെ പോലും ആവശ്യമില്ലല്ലോ, ഡോക്ടേഴ്സിന്റെ പോലും ആവശ്യമില്ലല്ലോ, സൈക്കാട്രിസ്റ്റിന്റെ പോലും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും തന്നെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, അതൊരു തിരുത്തിയൊരു ഫേസ്ബുക്ക് കുറിപ്പെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അനേകർക്ക് അത് പ്രയോജനപ്പെടും. കാരണം നമുക്ക് ചിലപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ആധികാരികമായിട്ട് പറയാൻ പാടില്ല. സൈക്കാട്രി എന്നുള്ള സബ്ജക്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും, പക്ഷെ ഞാനൊരു ഗൈനക്കോളജിയെ കുറിച്ച് ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ അത് ശരിയല്ല, ഞാൻ MBBS പഠിച്ചതാണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ മേഖലയിൽ അറിയാത്ത കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ അഥവാ പറഞ്ഞു പോയാൽ പോലും ആ ഒരു ഫ്ലോയിൽ, ആ ഒരു ഒഴുക്കിൽ ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയാൽ പോലും നമുക്കത് തിരുത്താവുന്നതാണ്. തിരുത്തി കഴിഞ്ഞാൽ അതാണ് കരണീയം. കാരണം അത് ഈ പലരുടെയും മനസ്സിൽ ഡോക്ടർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ശാസ്ത്രീയമായി ആധികാരികമായി പറയാൻ കഴിയുന്ന നിങ്ങളെപ്പോലുള്ളവർ ഇത് പറയുമ്പോഴെങ്കിലും കൃഷ്ണപ്രഭയ്ക്ക് ഇത് മനസ്സിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരിക്കും കൃഷ്ണപ്രഭയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ കുറച്ചു മുൻപ് കേട്ടുകഴിഞ്ഞു. വളരെയധികം നന്ദി ഡോക്ടർ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ശാസ്ത്രീയമായി തന്നെ സംസാരിച്ചതിന്. ഡോക്ടർ LC ഉമ്മനാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്.